ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോട്ടോ ബ്ലിറ്റ്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഡോമിനാർ 400 പുതിയ വേർഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, വണ്ടി അവൈലബിൾ ആകുമ്പോൾ തന്നെ വീഡിയോ ഇടാമെന്ന്. ആക്ച്വലി ഞാനിപ്പോൾ റോയൽ ബജാജ് തൊടുപുഴയിലാണ്. കറക്റ്റ് ഞാനിവിടെ വന്നപ്പോൾ വണ്ടി അൺലോഡ് ചെയ്ത് ഇറക്കി വെച്ചിട്ടുള്ളൂ. നമുക്കിവിടെ പുതിയ ഡോമിനാർ 400s 250s ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് ഡോമിനാർ 400 ഒരു വാക്ക് അറൗണ്ടും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നേക്കുന്നത് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എടുക്കാം. സോ വണ്ടിയുടെ ആദ്യം തന്നെ വന്നേക്കുന്ന ചേഞ്ച് നമ്മൾ വീഡിയോ നേരത്തെ ഇട്ട പോലെ തന്നെ വണ്ടിയുടെ മീറ്റർ മാറിയിട്ടുണ്ട്. അത് ഡോമിനാർ പൾസർ 400 വരുന്ന പോലത്തെ മീറ്ററാണ്. ഇതിപ്പോൾ ആക്ച്വലി കണക്ഷനൊന്നും കൊടുത്തിട്ടില്ല, വണ്ടി ജസ്റ്റ് അൺലോഡ് ചെയ്തിട്ടുള്ളൂ, ഫ്രഷ് ഫ്രം ദ ബോക്സ് ആണ്. അപ്പോൾ ഞാനവിടെ സർവീസിൽ അവരോട് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് കണക്ട് ചെയ്ത് തരാമെന്ന്. അപ്പോൾ അത് കാണിക്കുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് വണ്ടി ഓണാക്കി വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടും ഡിസ്പ്ലേയിലെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് കാണിക്കാം. സോ കറൻ്റ്ലി ഇതിനകത്ത് കീസിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോമിനാർ NS 400 വന്നിട്ടുണ്ടായിരുന്ന പോലെ മോഡുകൾ മാറ്റാനുള്ള കീ സ്വിച്ചുകൾ വന്നു. പാസിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് സെയിം തന്നെയാണ്. സ്വിച്ചിലൊക്കെ ഡിസൈനിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഈ ലൈറ്റും രാത്രി ലൈറ്റപ്പ് ആവും തോന്നുന്നു. ഇവിടെ അതിനുള്ള പ്രൊവിഷൻസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡിൻ്റെ സ്വിച്ച് വന്നു. പിന്നെ എൻജിൻ കില്ലിൻ്റെ ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു ന്യൂ മോഡൽ ടൈപ്പിലേക്ക് വന്നു. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് അത് ഏകദേശം സെയിം തന്നെയാണ്. ഗ്രിപ്സിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സും അഡ്ജസ്റ്റബിൾ ക്ലച്ചും രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ആക്ച്വലി അൺപാക്ക് ചെയ്തിട്ടില്ല, ഇപ്പോൾ ഫ്രഷ് മിൻറ്റ് കണ്ടീഷനിൽ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ലുക്സിൻ്റെ സൈഡിലൊന്നും അങ്ങനെ വലിയ മാറ്റം കാര്യമായിട്ട് പറയാനില്ല. അതുപോലെ തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് മോഡൽ വരുന്ന പോലത്തെ തന്നെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡറി മീറ്റർ നഷ്ടപ്പെട്ടു. അതിന് വരെ അവിടെ ഒരു ചാർജിങ് സോക്കറ്റാണ്. ഇതൊരു സ്പ്രിംഗ് ലോഡഡ് സെറ്റപ്പിലൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് അതിൽ വെള്ളമൊന്നും കയറില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഇവിടെ മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലും ചാർജ് ചെയ്യാനായിട്ടുള്ള കൺവീനിയൻസ് ഉണ്ട്. E20 ബാഡ്ജിങ് ആണ്. അത് ഓൾറെഡി E20 തന്നെ ആയിരുന്നു. പിന്നെ ആക്സിലേറ്ററിൻ്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് റൈഡ് ബൈ വയർ ആണ് വന്നേക്കുന്നത്. നമുക്ക് നോക്കിയാൽ കേബിൾസ് ഒന്നുമില്ല. അതൊരു ആക്ച്വലി നല്ലൊരു ഫീച്ചറാണ്. കാരണം ഡോമിനാറിന് ഓൾറെഡി ആ കേബിൾ വലിയുന്നൊരു ഇഷ്യൂ ഉണ്ട് വലത്തേക്കൊക്കെ തിരിയുമ്പോൾ. സോ അത് ഈ ഒരു അപ്ഡേറ്റോട് കൂടി ആ ഒരു ഇഷ്യൂ സോൾവ് ആയി. പിന്നെ സീറ്റ്സിൻ്റെ സൈഡിലൊരു അപ്ഡേറ്റ് വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. മെറ്റീരിയലൊക്കെ സെയിം തന്നെയാണ്, പക്ഷേ ഓടിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ഓടിച്ചതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഉള്ള അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ഓടിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ പറയുന്നതായിരിക്കും. മിറേഴ്സ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല, അതിലൊന്നും ചേഞ്ച് വന്നിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നാലും സെയിം നമ്പർ പ്ലേറ്റ് ഹോൾഡർ ഫ്രണ്ടിൽ വന്നിട്ടുള്ള ആ മോഡൽ നമ്മൾ ടൂറിംഗ് എഡിഷൻ്റെ ആ സെയിം സെറ്റപ്പ് തന്നെയാണ്. പിന്നെ ടയേഴ്സിൻ്റെ കാര്യത്തിൽ ഇതിപ്പോൾ C1 ടയർ തന്നെയാണെങ്കിൽ ഇതിന് കോമ്പൗണ്ടിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കുറച്ചും കൂടെ നല്ല ഗ്രിപ്പും റൈഡിങ് കംഫർട്ടൊക്കെ ഈ ടയേഴ്സ് തരുന്നുണ്ട്. ഓൾറെഡി C1 തന്നെ ആയിരുന്നെങ്കിലും ഈ MRF ഇതിൻ്റെ കാര്യത്തിൽ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കധികം നോക്കിയാൽ തന്നെ കാണാം ഓൾറെഡി വീൽ ബാലൻസിങ്ങൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. നേരത്തെ ഉള്ള വണ്ടികളിലൊന്നും അങ്ങനത്തെ മറ്റേ വീൽ ബാലൻസിങ്ങിൻ്റെ വെയ്റ്റ്സ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ അത് നമുക്ക് അതിനകത്ത് ക്ലിയറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സൈഡിലേക്ക് വന്നാലും അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. ബെല്ലി ഫാനൊക്കെ അതുപോലെ തന്നെ, എക്സോസ്റ്റ് അതുപോലെ തന്നെ. പിന്നെ ഈ ഒരു അലോയ് കളറിൻ്റെ ഇതിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ഗ്രേയിഷ് കളറായിരുന്നു ഓൾഡ് മോഡലിൽ. അപ്പോൾ അത് മാറി ഇതിൻ്റെ അകത്ത് ഒരു ഗ്ലോസി സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് യൂഷ്വലി ടൂറിംഗ് എഡിഷനിൽ വരുന്ന പോലെ ഒരു കാരിയറുണ്ട്, ബാക്ക് സപ്പോർട്ടൊക്കെ നൽകുന്നുണ്ട്. അത് നല്ല ഫിനിഷുള്ള ഒരു മെറ്റൽ സെറ്റപ്പാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ സാരി ഗാർഡിൻ്റെ ഡിസൈനിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി എനിക്ക് തോന്നുന്നു പഴയ ഡോമിനാർ 250 അതേ മോഡലാണെന്ന് തോന്നുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന 21 മോഡലിലൊന്നും ഈ ഒരു പോർഷനൊന്നും ഇല്ല. സോ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കുറച്ചും കൂടെ ബൾഗിയർ ആയിട്ടുള്ളൊരു ഫീല് വണ്ടിയിൽ കൊടുക്കുന്നുണ്ട്. എനിവേസ് ഓവറോൾ മെയിൻ ചേഞ്ചസ് എന്ന് പറയുന്ന ഡിസ്പ്ലേയുടെ കാര്യത്തിലും ഈ കൺസോള്, മീറ്റർ സെറ്റപ്പ്, പിന്നെ ഈ ഒരു സെക്കൻഡറി മീറ്റർ റിമൂവ് ചെയ്തത്, പിന്നെ കീസ്, ഇങ്ങനത്തെ കാര്യത്തിലൊക്കെയാണ്. ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും വേറെ അപ്ഡേറ്റ് ഒന്നുമില്ല. എൻജിനാണെങ്കിലും ട്യൂണിങ്ങിലൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഇവിടെ ഒരു പാനൽ ഗ്യാപ്പ് കാണാം. അത് ആക്ച്വലി അൺലോഡ് ചെയ്തപ്പോൾ പറ്റിയതായിരിക്കും, അതൊക്കെ അവർ ഫിക്സ് ചെയ്യുമായിരിക്കും. പിന്നെ ഈ സൈഡിലേക്ക് വന്ന് നമുക്കിവിടെ ഡോമിനാർ 250s ഇരിക്കുന്നതാണ്. 250siനാണെങ്കിലും മറ്റേ N160, N180 ഒക്കെ മീറ്റേഴ്സ് വന്നിട്ടുണ്ട്. അതിനാണെങ്കിലും ഈ സെക്കൻഡറി മീറ്റർ കളഞ്ഞിട്ട് അവിടെ ചാർജിങ് സോക്കറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ വേറെ കാര്യമായ ഫീച്ചേഴ്സൊന്നും ഇതിൽ മാറ്റം വന്നിട്ടില്ല. ലിവേഴ്സ് ആണെങ്കിലും സെയിം ആണ്. ഈ സ്വിച്ച് കൺസോൾ 250 മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മോഡ് സ്വിച്ച് കാണാം. അങ്ങനെയുള്ള ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അതായത് 250 വീഡിയോ നമ്മൾ സെപ്പറേറ്റ് വേറെ ചെയ്യാം. ഡോമിനാർ 400 ഫസ്റ്റ് ഇംപ്രഷനിൽ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും ഈ ഒരു ചേഞ്ചസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ കമൻസിൽ പറയാം. ഈ മോഡലാണോ അതോ പഴയ ടൂറിംഗ് മോഡലാണോ അതോ ഫസ്റ്റ് ജെൻ
ഡോമിനാറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തായാലും തീർച്ചയായും കമൻറ്റിൽ പറയാം. വണ്ടി ഓടിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടോ എന്നുള്ള വീഡിയോസ് നമ്മൾ അടുത്തായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.